നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വിഷയത്തിലേക്ക് വരാം. എം സ്വരാജ് എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വല്ലാത്ത ഒരു വിഭ്രാന്തി ബാധിച്ചു എന്ന് പറയുന്നതാണ് ശരി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എം സ്വരാജിൻ്റെ പത്രസമ്മേളനം വളരെ കൃത്യമാണ്, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ വളരെ ക്ലിയർ കട്ടായി കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകുന്ന ഒരു രീതി എം സ്വരാജ് അനുവർത്തിച്ചു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ എം സ്വരാജ് ഉയർത്തുന്ന ആരോപണങ്ങൾ, എം സ്വരാജ് പറയുന്ന വാക്കുകൾ, അതിലെല്ലാം തന്നെ കോൺഗ്രസിനെതിരായ ശക്തമായ വിമർശനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞുപോയ ഒരു UDF ഭരണകാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുതാപരം. വളരെ ക്ലിയറായ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കോൺഗ്രസിനെ യഥാർത്ഥത്തിൽ ജനത്തിന് മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തുറന്നു കാട്ടുന്ന എം സ്വരാജിൻ്റെ ഈ പത്രസമ്മേളനങ്ങൾക്കെതിരായി ശക്തമായ ഒരു വികാരം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നാണ്. കാരണം സ്വരാജിനെ ഇങ്ങനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ, സ്വരാജിനെ എങ്ങനെയും പ്രതിരോധിച്ചില്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് ഇനിയും, അല്ലെങ്കിൽ UDF എന്ന് പറയുന്നൊരു മുന്നണിയെക്കുറിച്ച് പറയാത്ത പല കാര്യങ്ങളും ഇനിയും സ്വരാജ് വെട്ടി തുറന്ന് പറഞ്ഞാൽ ആകെ കെണിയിലാവുകയും തങ്ങൾ ഇനിയും പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരുമെന്നുള്ള വ്യാധി അവർക്കുണ്ട്, ഒരു ആധിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വരാജിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്നത്. സ്വരാജിനെതിരായി ഏറ്റവും ആദ്യമായി അവർ ഉയർത്തുന്ന ഒരു ആരോപണം, സ്വന്തം നാട്ടിൽ, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വിജയിക്കാൻ കഴിയാതെ പോയ, സ്വന്തം നാട്ടിൽ പോലും സ്വന്തം ബൂത്തിൽ പോലും വോട്ട് പിന്നിലായി പോയ ഒരു നേതാവാണ് എം സ്വരാജ് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക്, ഏറ്റവും പ്രധാനികളായ 1-2 നേതാക്കന്മാരെ എടുക്കാം. അതായത് നമുക്ക് ഒന്നും വേണ്ട, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ തന്നെ എടുക്കാം. ഈ രാഹുൽ ഗാന്ധിക്ക് സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുമോ? ഈ രാഹുൽ ഗാന്ധി തോറ്റമ്പി നിന്ന് രാഹുൽ ഗാന്ധി ഒടുവിൽ കേരളത്തിൽ വയനാട്ടിൽ വന്ന് പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോലും അങ്ങനെ, ദേശീയ നേതാവാണ് കോൺഗ്രസിൻ്റെ, ആ ദേശീയ നേതാവിന് പോലും ഇവിടെ കേരളത്തിൽ വന്ന് വയനാടുകാരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കേണ്ട ഗതികേടുണ്ടായി. ഇതേപോലെ തന്നെയല്ലേ നിങ്ങളുടെ മറ്റൊരു നേതാവ് പ്രിയങ്ക ഗാന്ധി? ആ പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് സംഭവിക്കുന്നത്? അതേ പ്രിയങ്ക ഗാന്ധിക്കും കേരളത്തിൽ വന്ന് നിന്ന് ജയിക്കേണ്ടി വരുന്നു. ഇതൊരു ദുരവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ 2 ട്രെൻഡിലും അത് തന്നെയാണ് സംഭവിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് ഭാരത് ജോഡോ യാത്രയടക്കമുള്ള യാത്രകളൊക്കെ നടത്തി, പിന്നീട് ന്യായ് യാത്ര നടത്തി. ഇങ്ങനെ യാത്രകളൊക്കെ നടത്തിയെങ്കിൽ തന്നെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമായി മാറിയില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണ കൊടുക്കാൻ മാത്രമേ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇനി അതല്ല, നിങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ട്, എം സ്വരാജിന് പത്രസമ്മേളനം നടത്താൻ പാടില്ല, അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, അത് വേറൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ കൃത്യമായി എം സ്വരാജ് ഉയർത്തിക്കൊണ്ടുവരുന്ന പോയിന്റുകളെ, അല്ലെങ്കിൽ എം സ്വരാജ് പറയുന്ന വസ്തുതകളെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയുക? ഒരു പരസ്യമായ സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? അതായത് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങൾ, ഇനിയും നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിനുമപ്പുറം UDF എന്ന് പറയുന്ന ഒരു മുന്നണി കേരളം 2016 വരെ ഭരിച്ചപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ, സ്കൂളുകളുടെ നാശം, അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള ആശുപത്രികളുടെ നാശനഷ്ടങ്ങൾ, എല്ലാ മേഖലകളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടുപോയ, അതായത് സാമൂഹ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ UDF സർക്കാർ അമ്പേ പരാജയമായിരുന്നു എന്ന് എം സ്വരാജ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അതിനെതിരായി ഒരാളെങ്കിലും നാക്കുയർത്തി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അതല്ലേ വേണ്ടത്? ശവന്തൂക്ക് എന്ന് പറയുന്ന ഒരു വലിയ പരാമർശം ഈ പറയുന്ന ഇദ്ദേഹം എം സ്വരാജ് നടത്തിയപ്പോൾ അതിനെതിരായി ഒരു മാധ്യമത്തിൽ വന്നിരുന്നുകൊണ്ട്, ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് ഈ രാജു പി നായർ എന്ന് പറയുന്ന ഒരാൾ നടത്തി സ്വയം അപഹാസ്യനാവുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ? എവിടെയാണ് CPM കൊടുത്ത തുക എവിടെയാണ് എന്ന് ചോദിച്ചു. 2 ഘട്ടമായി CPM കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും CMDRFിലേക്ക് ഫണ്ട് കൊടുത്തതിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ ആരാണ് ശരിക്കും നാണം കെട്ടുപോയത്? കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനമല്ലേ നാശമായി പോയത്? ഇപ്പോൾ അതാ പുതുതായി നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരാൾ വന്നിരുന്നുകൊണ്ട്, സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു നേതാവ് വന്നിരുന്നുകൊണ്ട്, KPCCയുടെ അധ്യക്ഷൻ വന്നിരുന്നുകൊണ്ട്, ഞങ്ങൾക്ക് ആകെ 5 കോടി രൂപ, 5,38,00,000 രൂപ മാത്രമേ ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയുള്ളൂ എന്ന് വന്ന് നാണമില്ലാതെ, ഉളുപ്പില്ലാതെ കണക്ക് വിശദീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത്രയേ ഉള്ളോ കോൺഗ്രസ് പാർട്ടി എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? കാരണം DYFI എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ പല ചലഞ്ചുകളിലൂടെയും ആക്രിവിറുക്കി വിറ്റും പച്ചക്കറി വിറ്റും ഇവിടെ സമ്പാദിച്ചത് 20 കോടി രൂപയാണ്. 20 കോടി രൂപ. അതേസമയം ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിക്ക് വെറും 5 കോടിയിലധികം രൂപ മാത്രമേ പിരിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാൽ
അപ്പോൾ ആ കോൺഗ്രസിനുള്ള ജനങ്ങളുടെ വിശ്വാസ്യത എന്താണ്? അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഇതൊക്കെ എം സ്വരാജ് എന്ന് പറയുന്ന ഒരാളുടെ വായിൽ നിന്ന് വീഴും. അപ്പോൾ കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ പാർട്ടിയാണ് എന്ന തലത്തിലേക്ക് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ഇല്ല. പിന്നെ ധനരാജ് രക്തസാക്ഷി ഫണ്ട്, എപ്പോഴും വയനാട് ഫണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പലപ്പോഴും കോൺഗ്രസ്സുകാർ അതിൻ്റെ ഒരു പ്രതിരോധം തീർക്കുന്നത് ധനരാജ് രക്തസാക്ഷി ഫണ്ടാണ്. ശരി, ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ധനരാജിൻ്റെ കുടുംബക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ പരാതിയോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടന്നിട്ടുണ്ടോ? ഇനി അതല്ല, ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെ പിന്നാലെ ഈ ധനരാജിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ അദ്ദേഹത്തെ കുത്തിയിളക്കി വിട്ടത്? ശരി, അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കോൺഗ്രസ് തെളിയിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള കാര്യം തെളിയിച്ചു കൊടുക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. എന്തുകൊണ്ടാണ് അതൊരു ചലഞ്ചായിട്ട് ഉണ്ടല്ലോ? രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടല്ലോ, അബിൻ വർക്കി ഉണ്ടല്ലോ, അങ്ങനെ എത്ര KC വേണുഗോപാൽ ഉണ്ടല്ലോ, രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ, VD സതീശൻ ഉണ്ടല്ലോ. ഇത്രയും നേതാക്കന്മാരില്ലേ? ഈ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും എം സ്വരാജ് ഉയർത്തുന്ന ആരോപണങ്ങളെ വെട്ടിവീഴ്ത്താനുള്ള പ്രഹരശേഷിയുണ്ടോ? അത്രയ്ക്ക് ആയുധബലമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഈ പറയുന്ന എം സ്വരാജിനെ നിങ്ങൾക്ക് പ്രതിരോധിച്ചുകൊണ്ട് എം സ്വരാജിനെ തെറിപ്പിച്ച് ദൂരെ കളയാം. എം സ്വരാജ് പറയുന്നതെല്ലാം വാസ്തവ വിരുദ്ധമാണ് എന്ന് മാധ്യമങ്ങളിലടക്കം നിങ്ങൾക്ക് വലിയൊരു പ്രചാരം കൊടുക്കാൻ സാധിക്കും. അത് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് അസഹിഷ്ണുതയുടെ പുറത്താണ് എം സ്വരാജിൻ്റെ മാധ്യമ സമ്മേളനത്തിൽ, വാർത്താ സമ്മേളനങ്ങളെ ഈ രീതിയിൽ അടച്ചാക്ഷേപിക്കുന്നത്? ജയിക്കാൻ കഴിയാത്ത ഒരാൾ, ഈ കെ ബാബു എന്ന് പറയുന്ന ഒരാൾ എങ്ങനെ കഴിഞ്ഞ തവണ അവിടെ ജയിച്ചു എന്നുള്ളത് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന തൃപ്പൂണിത്തുറയിൽ നിന്ന BJP സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ മതി. സാധാരണഗതിയിൽ തൃപ്പൂണിത്തുറ പോലെ ഒരു മണ്ഡലത്തിൽ തുറവൂർ വിശംബരം മാഷ് മത്സരിച്ച് അവിടെ നിന്ന് അത്യാവശ്യം വോട്ട് അവിടെ നേടിയെടുത്ത തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് KS രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ ഇത്രത്തോളം വോട്ട് താഴോട്ട് പോകുന്നത്? അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയില്ലേ? ഇവിടെ BJP വോട്ട് കൃത്യമായി കെ ബാബുവിന് മറിച്ചു കൊടുത്തു. എന്തുകൊണ്ട് മറിച്ചു കൊടുത്തു? അവിടെ ശബരിമലയിലെ അയ്യപ്പൻ്റെ ചിത്രം വരെ വെച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ കെ ബാബു നടത്തിയ ശ്രമങ്ങൾ ഇവിടെ ഇല്ലേ? തന്നെയുമല്ല, കെ ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണം അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നടന്നതല്ലേ? അങ്ങനെയല്ലേ അവിടെ ഈ പറയുന്ന എം സ്വരാജിനെ പരാജയപ്പെടുത്തിയത്? അവിടെ BJPയും കോൺഗ്രസും കൂടെ ഒത്തുകളിച്ചിട്ടല്ലേ അവിടെ ഒരു പരാജയം ഉണ്ടാകുന്നത്? നിലമ്പൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം കാലാകാലങ്ങളായി നിൽക്കുന്ന ഒരു പൊസിഷൻ എന്താണെന്ന് നമുക്കറിയാം. ആര്യാടൻ മുഹമ്മദ് കഴിഞ്ഞു, ആര്യാടൻ ഷൗക്കത്തിലേക്ക് കാര്യങ്ങളെത്തി, അത്രയേ ഉള്ളൂ. ഈ പറയുന്ന കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരും സ്വന്തം മണ്ഡലത്തിൽ നിന്നാൽ ഒരു വോട്ട് പോലും കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം നമുക്കറിയാം, അമ്പലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഇപ്പം മത്സരിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു M ലിജു എന്ന് പറയുന്ന ഒരു ധീര രക്തസാക്ഷി അവിടെ പോയി നിന്നില്ലേ? എന്നിട്ട് അവിടെ പ്രവർത്തിച്ചില്ലേ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ കായംകുളത്ത് തോൽപ്പിക്കാൻ വേണ്ടി കൊണ്ടിട്ടിട്ടില്ലേ? എന്തിനേറെ പറയാം, നിങ്ങളുടെ ഈ പറഞ്ഞ K മുരളീധരൻ എന്ന് പറയുന്ന ശക്തനായ നേതാവ് എത്ര എടുത്താണ് പരാജയപ്പെട്ടത്? ഇതുവരെ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു സർവ്വകാല റെക്കോർഡിലേക്ക് നിങ്ങൾ K മുരളീധരൻ എന്ന് പറയുന്ന കെ കരുണാകരൻ്റെ മകനെ നിങ്ങൾ തള്ളിവിട്ടത് കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? അവിടെ അദ്ദേഹം വൈദ്യുത വകുപ്പ് മന്ത്രി പദം അലങ്കരിക്കുന്നു, മന്ത്രിയാവണമെങ്കിൽ MLA ആവണമെന്ന് പറയുന്നു, ഒരാളെ കൊണ്ട് രാജിവെപ്പിച്ച് അവിടെ മത്സരിപ്പിക്കുന്നു, പരാജയപ്പെടുത്തുന്നു. ഈ K മുരളീധരൻ തന്നെ എത്ര എടുത്ത് തോറ്റു? എത്ര തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു? എത്ര തവണ തോറ്റിരിക്കുന്നു K മുരളീധരൻ എന്ന് പറയുന്ന നേതാവ്? അപ്പം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന പല നേതാക്കന്മാരെ എടുത്താൽ മതി. തോറ്റ് അമ്പിയിട്ടാണ് ഏറ്റവും ഒടുവിൽ ജനം പോയിട്ട് ഒരു സഹതാപതരംഗം കൊണ്ട് ജയിപ്പിച്ചെടുക്കുന്നത്. എന്നിട്ടും പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത്, കോൺഗ്രസ് ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. സ്വരാജ് പറയുന്നതിനെ അക്കമിട്ട് നിശിതമായി വിമർശിക്കാൻ തൻ്റെ ഇടമുള്ള, ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമ സമ്മേളനം വിളിക്കാം. സ്വരാജുമായി പരസ്യ സംവാദത്തിന് വരെ ഏർപ്പെടാൻ പറ്റിയ സാഹചര്യമുണ്ടെന്നേ. അതിന് പറ്റിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോഴും ഉണ്ട്. അതല്ലേ ശരിക്കും തുറന്നു കാട്ടപ്പെടേണ്ടത്? അങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള വെറും വൃത്തികെട്ട വ്യാജമായ കുറേയധികം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.